ശ്രീകുമാരി ടീച്ചറിൻ്റെ മറ്റൊരു കഥ. പ്രകാശം പരത്തുന്ന മുഖങ്ങൾ. അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി. അച്ഛൻ വിളിച്ചു പറഞ്ഞു, ചേച്ചിയെയും കൂട്ടി വരണമെന്ന്. ചേച്ചി പറഞ്ഞു, നീ എന്താ അപ്പു ഒന്നും അറിയാത്തതുപോലെ? ഇവിടെ നിന്ന് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ചാർജ്, പിന്നെ ചെന്നാലോ അമ്മയുടെ കുടുംബത്തിലെയും അച്ഛൻ്റെ കുടുംബത്തിലെയും പടക്കെല്ലാം എന്തെങ്കിലും കൊടുത്തു വരുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് നല്ലൊരു എമൗണ്ട് പോയി കിട്ടും. അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ തരക്കേടില്ല. വയസ്സാങ്കാലത്ത് ഒരു മുതുക്കൂത്ത്, വിവാഹ വാർഷികം കൊണ്ടാടുന്നു. അവർക്ക് രണ്ടുപേർക്കും കൂടി ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ആഘോഷിച്ചാൽ പോരെ? മാത്രമല്ല, ഞങ്ങൾ കുറേ പേർ നാളെ മൗറീഷ്യസിലേക്ക് പോവുകയാണ്. കുടുംബസമേതമാകുമ്പോൾ നല്ല ചിലവുണ്ടാവും. നീ പോകുന്നെങ്കിൽ പോയിട്ട് വീഡിയോ കൊണ്ടുവരൂ, ഞങ്ങൾ വന്നിട്ട് കണ്ടോളാം. അച്ഛൻ്റെ ഫോൺ വന്നപാടെ നീനയോട് വിവരം പറഞ്ഞു. ഞാനെങ്ങും വരുന്നില്ല. ഒരു പോക്കോരെ കൊണ്ട് എത്ര രൂപയാ? പിന്നെ അവിടെ ചെന്നാലോ? അപ്പുവേട്ട ഞാൻ പറയുന്നത് കേൾക്കാതെ അമ്മ പറയുന്ന പറയനും പാണനുമെല്ലാം 500 വീതമല്ലേ കൊടുക്കുന്നത്? അമ്മയ്ക്കാണേൽ സൊള്ളു, മകൻ വലിയ എഞ്ചിനീയർ അല്ലേ, വാരിക്കൂരി കൊടുക്കാൻ. ഞാനുണ്ടില്ലേലും മറ്റുള്ളവരെ ഊട്ടുകയും ഉടുപ്പിക്കുകയും ചെയ്യുന്ന അമ്മയ്ക്ക് എന്ത് സൊള്ളാം? സ്വന്തം സഹോദരിക്ക് പോലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ വില ഇത്രയാണെന്ന് കേമത്തം പറയുന്ന നീനയോട് എന്ത് പറയാൻ? 16ഉം 18ഉം വയസ്സായ മക്കൾക്ക് നാടെന്ന് കേൾക്കുമ്പോൾ തന്നെ പുച്ഛമാണ്. പപ്പയുടെ ഒരു നൊസ്റ്റാൾജി എന്ന് പറഞ്ഞ് അമ്മയും മക്കളും ചിരിച്ചു. തനിച്ചു പോയി വരാമെന്ന് പറഞ്ഞപ്പോൾ നീന സമ്മതിച്ചില്ല. നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞു വരുന്ന അവൾക്ക് അടുക്കളയിൽ തനിയെ പണിയാൻ മടി കാണിച്ചു തുടങ്ങിയിട്ട് നാളുകളായി. താനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് അലോഹ്യമില്ലാതെ പോകുന്നു. അവരെ 3 പേരെയും അവഗണിച്ച് ഒറ്റയ്ക്ക് പുറപ്പെടാനുള്ള ചാങ്കൂറ്റം തനിക്ക് നഷ്ടമായിട്ട് വർഷങ്ങളായി. അച്ഛനെ വിളിച്ച് ആശംസകൾ അറിയിച്ചപ്പോൾ ഒരു തേങ്ങലിൻ്റെ ശബ്ദം അമ്മയുടേതാണ്. അല്പസമയം മിണ്ടാതിരുന്നിട്ട് അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെയും നിങ്ങൾ വരുമെന്ന് ഉദ്ദേശിച്ച് വിളിച്ചതല്ല. നിങ്ങളുടെ തിരക്കും ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഒരു കഴുതയുണ്ടല്ലോ, എപ്പോഴും മൂങ്ങിക്കൊണ്ടിരിക്കുന്നവൾ. അവളെ തൃപ്തിപ്പെടുത്താൻ വിളിച്ചതാണ്. ശരി, എന്നാൽ ഫോൺ വെക്കട്ടെ. ആ പരിഹാസ ശരങ്ങൾ ഹൃദയത്തിൽ തന്നെ കൊണ്ട് ചോര ഒലിച്ചു വന്നു. ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന അച്ഛൻ്റെ ശമ്പളം കൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ കഴിയില്ല. എഡ്യൂക്കേഷണൽ ലോൺ പിന്നീട് കുട്ടികൾക്ക് ബാധ്യതയാകുമെന്ന് പറഞ്ഞ് അമ്മയുടെ വകവിറ്റ് ചേച്ചിയെ ബാംഗ്ലൂരിൽ നഴ്സിംഗും അച്ഛൻ്റെ സ്വത്തിൽ വീട് മാത്രമുള്ള 10 സെൻറ്റിൻ്റെ ബാക്കി 20 സെൻറ്റ് വിറ്റ് എന്നെ എൻജിനീയറും ആക്കി. പിന്നെ ചേച്ചിയുടെ കല്യാണം, എൻ്റെ കല്യാണം എല്ലാം അച്ഛൻ അന്തസ്സോടെ നടത്തി. നാട്ടിലുള്ളപ്പോൾ കൊടുത്തിരുന്നതല്ലാതെ അമേരിക്കയിൽ വന്നിട്ട് 1 രൂപ പോലും അയച്ചു കൊടുത്തിട്ടില്ല. ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട്. ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചി ഉടനെ പറയും, എന്തായാലും നമുക്ക് തന്നെ ഉള്ളതല്ലേ, അത് നേരത്തെ തന്നു എന്ന് കരുതിയാൽ മതി. ഒരു കൂസലും കൂടാതെയുള്ള ചേച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ ദേഷ്യം വരും. മാതാപിതാക്കൾക്ക് മക്കളെ വളർത്തി ഉന്നത നിലവാരത്തിൽ എത്തിക്കാനുള്ള കടമ. കുട്ടികൾ അത് അനുഭവിക്കുന്ന കാലത്തും പിന്നീടും മനഃപൂർവ്വം സ്വന്തം കടമ മറക്കുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ കാണാൻ ചേച്ചിയും കുടുംബവും എത്തിയിരിക്കുന്നു. അച്ഛൻ്റെ 4 അനുജന്മാരും കുടുംബവും അമ്മയുടെ 2 ആങ്ങളമാരും 2 അനുജത്തിമാരും കുടുംബവും എത്തിയിരുന്നു. ചെറിയൊരു പന്തൽ മുറ്റത്തൊരുക്കി 52ാം വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് എല്ലായിടത്തും തോരണം തൂക്കിയിട്ടുണ്ട്. താണജാതി ഉയർന്ന ജാതി എന്ന വിചാരമില്ലാതെ നാട്ടുകാർ പണിയെടുത്ത് നടക്കുന്നു. എല്ലായിടത്തും മേൽനോട്ടം വഹിക്കുന്നത് അയൽവീട്ടിലെ ഹാജിയാരാണ്. തൻ്റെ ഒപ്പം എഞ്ചിനീയറിംഗ് പാസ്സായ രഘുവും ഭാര്യയും രാവിലെ തന്നെ എത്തി അച്ഛനെയും അമ്മയെയും അമ്പലത്തിലേക്ക് കൂട്ടി. 3 കാറുകളിലായി ബാക്കിയുള്ള കുടുംബാംഗങ്ങളും പുറകെ പോയി. വീഡിയോക്കാരൻ എല്ലായിടത്തും ഓടി നടന്ന് ഫോട്ടോകൾ പകർത്തുന്നുണ്ട്. അമ്പലത്തിൽ നിന്നും വന്ന അച്ഛനെയും അമ്മയെയും കണ്ടാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും. അച്ഛൻ മസ്ലിം പട്ടിൻ്റെ ജുബയും വീതി കസവുള്ള മുണ്ടും, അമ്മ പട്ടിൻ്റെ ബ്ലൗസും ഇരട്ട വീതി കസവുള്ള മുണ്ടും ഉടുത്ത് അച്ഛൻ്റെ കൈപിടിച്ച് കയറുന്നു. വീഡിയോക്കാരൻ അത് പല പോസിൽ എടുത്തിട്ടുണ്ട്. മണ്ഡപം പോലെ അലങ്കരിച്ചിരിക്കുന്നിടത്ത് അച്ഛനും അമ്മയും ഇരുന്നു. ഹാജിയാരുടെ ഭാര്യ ആയിഷ താത്ത 2 കപ്പിൽ ചായ കൊടുക്കുന്നു. അത് കുടിച്ചവർ എല്ലാവരെയും നോക്കി ചിരിച്ചു. പിന്നെ ചടങ്ങുകളായി. അച്ഛൻ 2 ഇഴയുള്ള മുത്തുമാല അമ്മയുടെ കഴുത്തിലിടുന്നു. അമ്മ അച്ഛൻ്റെ പാദം തൊട്ട് തൊഴുന്നു. ഇളയച്ചന്മാരും അപ്പച്ചിമാരും മറ്റുള്ള എല്ലാവരും ഉപഹാരങ്ങൾ കൊടുക്കുന്നു. അച്ഛൻ എല്ലാവർക്കും നാരങ്ങയും അമ്മ ചെണ്ടും കൊടുക്കുന്നു. നവരത്നങ്ങൾ പതിച്ച ഒരു മോതിരമായിരുന്നു ഹാജിയാർ അച്ഛന് കൊടുത്തത്. ഒപ്പം നിന്ന് ആളെ കണ്ടപ്പോൾ ഞാനും ചേച്ചി മുഖത്തോട് മുഖം നോക്കി. ഗഫൂർ, ഹാജിയാരുടെ ഇളയ മകൻ, തൻ്റെ സഹപാഠി. ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ് മാമന്മാരോടൊപ്പം ദുബായിൽ പോയതാണ്. ഇന്നവൻ അമേരിക്കയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പാർട്ട്ണറാണ്. അച്ഛൻ അവനെയും വിളിച്ചിട്ടുണ്ടാവും. എന്നെപ്പോലെ തന്നെ അവനെയും തോളത്ത് വെച്ചാണ് അച്ഛൻ തോട്ടിൽ കുളിക്കാൻ പോകുന്നത്. ഞങ്ങളെ 2 പേരെയും നീന്തൽ പഠിപ്പിച്ചത് അച്ഛനാണ്.
ഉപഹാര സമർപ്പണം കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കാനിരുന്നു. ഇഡലിയും സാമ്പാറും ചട്ടനിയും പഴവും വിളമ്പുന്ന നാട്ടുകാർ. അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെ മുഖത്തെ പ്രസന്നഭാവം എന്നെ അതിശയിപ്പിച്ചു. മക്കളാരുമില്ലെങ്കിലും ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് എന്ന ഭാവത്തിൽ ചേട്ടനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ. ഉച്ചയൂണ് കഴിഞ്ഞ് കലാപരിപാടികൾ, ഒപ്പം അക്ഷരശ്ലോകവും. അച്ഛനെ അക്ഷരശ്ലോകം വളരെ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. ക്യാമറാമാൻ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. കത്തുന്ന ബൾബ് പോലെ പ്രകാശം പരത്തുന്ന മുഖങ്ങൾ. വീഡിയോ തീർന്നപ്പോൾ ചേച്ചി പറഞ്ഞു, പോകേണ്ടതായിരുന്നില്ലേ അപ്പൂ? എൻ്റെ കണ്ണുകൾ നനഞ്ഞു. 2 തുള്ളി കണ്ണുനീരിറ്റു വീണു. നീന തലകുനിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ നിറമിഴിയോടെ നോക്കി നിന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ആരും ആരെയും കാത്തിരിക്കേണ്ട. ഉള്ള നിമിഷങ്ങളെ പരമാവധി സുന്ദരമാക്കാൻ നോക്കുക. അച്ഛൻ്റെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിയും. ശുഭം.